കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കുക. റവറൻ ഡോക്ടർ മോത്തി വർക്കി. മനുഷ്യ ജീവിതത്തിൻ്റെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒരു ചാട്ടുളി പോലെ തുളച്ചു കയറുന്നവയാണ് മാർത്തോമാ സഭാവൈദികനായ ഡോക്ടർ മോത്തി വർക്കി അച്ഛൻ്റെ ലേഖനങ്ങൾ. മനഃപൂർവ്വം നിസാരമെന്ന് കരുതിയും തങ്ങളെ ബാധിക്കുന്നവയല്ല എന്ന് ചിന്തിച്ചും ബഹുഭൂരിപക്ഷം ആളുകളും നിസാരവൽക്കരിക്കുന്ന പക്ഷേ ഗൗരവതരങ്ങളായ സാമൂഹ്യ പ്രശ്നങ്ങളെ വളരെ തന്മയീഭാവത്തോടെ മോത്തി വർക്കി അച്ഛൻ തൻ്റെ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നു. 2025 മെയ് 25 മോത്തി വർക്കി അച്ഛൻ്റെ കുറിപ്പ് ഇപ്രകാരമാണ്. 2003-2006 കാലത്ത് ഞാൻ തമിഴ്നാട്ടിലെ സേലത്താണ് പ്രവർത്തിച്ചിരുന്നത്. എൻ്റെ വാടക വീടിൻ്റെ ഉടമസ്ഥരുടെ വീട്ടിൽ ജോലിക്ക് മുത്തുലക്ഷ്മി വരുമായിരുന്നു. ഒരു ദിവസം മുത്തുലക്ഷ്മി വന്നപ്പോൾ മുഖവും തലയും തോർത്തുകൊണ്ട് ചുറ്റിക്കെട്ടിയിരുന്നു. മുഖം മറച്ചിരിക്കുന്നതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അവർ മനസ്സില്ലാ മനസ്സോടെ മുഖക്കെട്ട് അഴിച്ചുമാറ്റി. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. മുഖം വല്ലാതെ കൂടിയിരിക്കുന്നു. പക്ഷാഘാതമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അതിൻ്റെ ഗൗരവവും. ആശുപത്രിയിൽ പോകാത്തത് എന്തെന്ന് ചോദിച്ചപ്പോൾ മുത്തുലക്ഷ്മി പറഞ്ഞു, സാർ ശമ്പളം കട്ട് ചെയ്യും. കുറച്ച് കാശ് കൊടുത്ത് ഞാനവരെ ആശുപത്രിയിൽ അയച്ചു. പുരുഷാധിപത്യ കുടുംബ വ്യവസ്ഥിതിയിൽ അടുക്കളപ്പണിയും വീട് വൃത്തിയാക്കലുമെല്ലാം അമ്മമാരുടെയും പെൺമക്കളുടെയും ജന്മനിയോഗമാണ്. വീട്ടുജോലികൾ കുടുംബാംഗങ്ങളുടെ കൂട്ടുത്തരവാദിത്തമല്ലാത്തതിനാൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അവരെ കുലധർമ്മത്തിൽ സഹായിക്കാൻ വീട്ടുജോലിക്കാരെ നിയമിക്കും. തങ്ങൾക്കുണ്ടെന്ന് സ്വയം വിശ്വസിക്കുന്ന പ്രതാപകാലത്തിൻ്റെ ഗൃഹാതുര ഓർമ്മകളിൽ അഭിരമിക്കുന്ന വീട്ടുകാരുടെ ദുഷ്പ്രഭുത്വത്തിന് വീട്ടുജോലിക്കാർ ഇരയാകും. ബിന്ദു എന്ന ദളിത് യുവതി വ്യാജ മോഷണ കേസിൽ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നേരിട്ട പീഡനങ്ങൾ നമ്മുടെ നാട്ടിലെ ആഭിജാത്യധാർഷ്ട്യങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. വീട്ടുജോലി പണം കൊടുത്തു വാങ്ങുന്ന മനുഷ്യ അധ്വാനമാണ്. ഏതൊരു തൊഴിലും പോലെ ഇത് മറക്കുന്നത് കൊണ്ടാണ് നവോത്ഥാന കേരളത്തിലെ ജന്മികൾ തങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വരുന്നവർ ഒച്ചാടുപാടി ഓച്ചാനിച്ച് നിൽക്കണമെന്ന് പ്രതീക്ഷിക്കുന്നതും അവർക്ക് മാന്യമായ കൂലി കൊടുക്കാത്തതും. അട്ടപ്പാടിയിലെ മധുവിൻ്റെ ആൾക്കൂട്ട കൊലപാതകവും കള്ളൻ എന്ന ആക്ഷേപത്തെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ വിശ്വനാഥൻ തൂങ്ങി മരിച്ചതും കെവിൻ അഭിമാനഹത്യയ്ക്ക് ഇരയായതും വടയമ്പാടിയിലെ ജാതി മതിലും ചിത്രകാരനായ അശാന്തൻ്റെ മൃതദേഹം ദർബാർ ഹാളിൽ വയ്ക്കുവാൻ സാധിക്കാതിരുന്നതുമെല്ലാം കേരളത്തെ ഞെട്ടിച്ചു. ആദിവാസി യുവാവ് വിശ്വനാഥൻ്റെ മരണത്തിൽ പോലീസ് റിപ്പോർട്ട് തള്ളി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. പോലീസിനെ രൂക്ഷമായി വിമർശിച്ച കമ്മീഷൻ വിശ്വനാഥൻ്റെ മരണത്തിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നും 4 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും നിർദ്ദേശിച്ചു. വിശ്വനാഥൻ വെറുതെ പോയി ആത്മഹത്യ ചെയ്യുമോ എന്നായിരുന്നു കമ്മീഷൻ്റെ ചോദ്യം. ജാതീയമായ അസഹിഷ്ണുത തന്നെയാണ് മരണത്തിന് കാരണം. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. അടുത്തിടെ വിശ്വനാഥൻ്റെ മരണത്തിൽ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ സ്വയമേവ കേസുമെടുത്തു. 3 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ കമ്മീഷൻ DGPക്ക് നിർദ്ദേശം നൽകി. ശനിയാഴ്ച രാവിലെയാണ് വയനാട് കൽപ്പറ്റ അലൈഡ് പാറവയൽ കോളനിയിലെ വിശ്വനാഥനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്തെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യയുടെ പ്രസവത്തിനായി മെഡിക്കൽ കോളേജിലെത്തിയ വിശ്വനാഥനെ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ മോഷണക്കുറ്റം ആരോപിച്ച് ചോദ്യം ചെയ്തിരുന്നതായും മർദ്ദിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണെന്നുമാണ് കുടുംബത്തിൻ്റെ ആരോപണം. അതേസമയം വിശ്വനാഥൻ്റേത് തൂങ്ങി മരണമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചതായി പോലീസ് അറിയിച്ചിരുന്നു. ഇനി ബിന്ദുവിൻ്റെ കാര്യം. 2.5 പവൻ്റെ സ്വർണ്ണമാല മോഷ്ടിച്ചെന്നാരോപിച്ച്
പോലീസ് സ്റ്റേഷനിൽ 20 മണിക്കൂറോളം മാനസിക പീഡനത്തിനിരയായ ദളിത് യുവതി ബിന്ദു കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് പേരൂർക്കട SIയെ സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തിരുന്നു. തന്നെ ഏറ്റവും കൂടുതൽ മാനസികമായി പീഡിപ്പിച്ച 2 പോലീസുകാർക്കെതിരെയും നടപടി വേണമെന്നും ബിന്ദു ആവശ്യപ്പെടുന്നു. കുറ്റക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത്രത്തോളം അവർ എന്നെ ഉപദ്രവിച്ചു. പ്രസന്നൻ എന്ന ഉദ്യോഗസ്ഥനെ ഒരു സ്റ്റേഷനിലും ഇരുത്താൻ പാടില്ല. കള്ളക്കേസ് കൊടുത്ത് മാനസികമായി ദ്രോഹിച്ച വീട്ടുടമ ഓമന ഡാനിയലിനെതിരെ നിയമപരമായി നീങ്ങും ബിന്ദു പറയുന്നു. ബിന്ദുവിന് നേരിട്ട ആത്മാഭിമാനക്ഷതത്തിലും മലയാളികൾ ഞെട്ടിത്തെറിച്ചു. വാർത്താ ചാനലുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലുമുള്ള പ്രബുദ്ധ മലയാളികളുടെ ഞെട്ടലോത്സവത്തിൻ്റെ കൊടിയിറക്കം കഴിയുമ്പോൾ സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥർ തിരികെ സർവീസിൽ പ്രവേശിക്കും. അപ്പോഴും നമ്മൾ ഇത് കേരളമാണെന്ന കുഴലൂത്ത് തുടരും. ജാതിയും കറുത്ത നിറവുമാണ് പീഡനത്തിന് കാരണമെന്ന് ബിന്ദു തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. മാല മോഷ്ടിച്ചുവെന്ന് പരാതി നൽകിയ ഓമനയ്ക്കും മകൾക്കുമുള്ള സാമൂഹ്യ മൂലധനം ബിന്ദുവിനില്ല. ബിന്ദുവിൻ്റെ ഫോട്ടോയും സംഭാഷണങ്ങളും പ്രചരിപ്പിക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ വ്യാജ പരാതി നൽകിയവരുടെയോ അച്ചടക്ക നടപടിക്ക് വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരുടെയോ ഫോട്ടോ കാണിക്കുന്നില്ല. ബിന്ദുവിനില്ലാത്ത എന്ത് സ്വകാര്യതയും സ്ത്രീത്വവും അഭിമാനവുമാണ് ഇവർക്കുള്ളത്. ഇതിൻ്റെ പേരാണ് ജാത്യാധികാരം അഥവാ പ്രിവിലേജ്. പ്രമുഖ എഴുത്തുകാരനായ നാരായൺ തൻ്റെ ആരാണ് തോൽക്കുന്നവർ എന്ന നോവലിൽ ശവമായാൽ പിന്നെ ദഹിച്ചാലെന്ത് കുഴിച്ചിട്ടാലെന്ത് എന്നതിനു മറുപടിയായി ജാതി ചെയ്യുകയുമില്ല ദഹിക്കുകയുമില്ല എന്ന് പറയുന്നുണ്ട്. കാലത്തോടൊപ്പം പോകാനും കാലത്തെ മാറ്റാനും കഴിഞ്ഞിട്ടും നമ്മൾ ചില കാര്യങ്ങളിൽ നിരന്തരം തോറ്റുകൊണ്ടിരിക്കുന്നു. അതിൽ പ്രധാനം ജാതി തന്നെയാണ്. കേൾക്കാൻ ചെവിയുള്ളവർ ഇത് കേൾക്കൂ.